പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു ദിവസക്കാലം കൂടി ഒരുക്കി തന്ന കർത്താവിനെ ഞാൻ സ്തുതിക്കുന്നു. ഈ ജനുവരി മാസം തീരാൻ പോവുകയാണ്. ഈ ഒരു മാസക്കാലം അവിടുത്തെ വചനം പറയാനുള്ള കൃപ എനിക്ക് ഒരുക്കി തന്നതിന് ആ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവ് ഈ 31 ദിവസം വരെ നമ്മളെ കാത്തു പരിപാലിച്ചതിന് ഈ കർത്താവിനെ ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരെയും ഈ മാസക്കാലം ഒരിക്കൽ കൂടി നൽകി അനുഗ്രഹിച്ച ഈശോയ്ക്ക് നന്ദിയും സ്തോത്രവും കർത്താവിനോട് അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചനം സദൃശവാക്യങ്ങൾ 24 അധ്യായം 28 29 തിരുവചനം. നിന്റെ അധരം കൊണ്ട് ചതിക്കരുത്. അവൻ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവനോട് ചെയ്യുമെന്നും ഞാൻ അവന്റെ പ്രവൃത്തിക്ക് പകരം കൊടുക്കുമെന്നും നീ പറയരുത്. ആമേൻ. ഇവിടെ കർത്താവ് പറയുന്നത് നമ്മുടെ നാവും കൊണ്ട് ആരെയും ചതിക്കരുതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ആരെങ്കിലും ദ്രോഹം ചെയ്തെന്നും പറഞ്ഞ് അവർക്ക് പകരം കൊടുക്കുവാനോ അവർക്കൊരു കഷ്ടം വന്നെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് അങ്ങനെ വന്നു എന്ന് പറയാനോ നമ്മുടെ നാവിനെയും കൊണ്ട് ഇടവരുത്തരുത്. നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, അവർക്ക് നല്ലത് വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് അപ്പോഴാണ് നമ്മളെ അനുഗ്രഹിക്കുന്നത്. അവർ ചെയ്തതുപോലെ നമ്മൾ ചെയ്താൽ പിന്നെ അവരും നമ്മളും തമ്മിൽ എന്താണ് ബന്ധം? അതിനാൽ നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. കർത്താവ് നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഒരുക്കി തരട്ടെ. എല്ലാ മഹത്വം കർത്താവിന്.